നിന്നാണ് ഓരോ ഘട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ മാർവാഡിലാണ്. ഇവിടുന്ന് ഗോരംഘട്ട് പോകണം. ഗോരംഘട്ട് പോകാൻ ഇവിടുന്ന് ഇനി ടിക്കറ്റ് എടുക്കണം. ഇതാണ് മാർവാഡ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടുന്ന് ഗോരംഘട്ടുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് വെറും 10 രൂപ ഉള്ളൂ. ഇനി പ്ലാറ്റ്ഫോം 4 ട്രെയിൻ ഉള്ളത്. ഏകദേശം രാവിലെ 7:45 8 മണിക്കാണ് ട്രെയിൻ ഉള്ളത്. പ്ലാറ്റ്ഫോം 4 പോട്ടെ. ഇന്ത്യയിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കണ്ടുള്ള മീറ്റർ ഗേജ് ട്രെയിനാണ് ഈ മറവാർ എന്ന് പറയുന്നത്. അത്യാവശ്യം വലിയ സ്റ്റേഷനാട്ടോ. മറവാർ ജംഗ്ഷനാണ്. ഇതിൻ്റെ താഴെയാണ്, ഇതാണ് പ്ലാറ്റ്ഫോം 4. ഇവിടെയാണ് നമ്മൾ ട്രെയിൻ വരുന്നത്. ട്രെയിനിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ അധിക പേരും റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ട്രെയിനിൻ്റെ മേലേക്ക് ഇരുന്നിട്ട് കുറേ പേര് യാത്രയുണ്ട്. കുറേ ടണൽ കൂടിയും അതേപോലെ കുറേ ബ്രിഡ്ജിൻ്റെ മേലെ കൂടിയും ഒക്കെ യാത്രയുണ്ടായി. ആ റൂട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ ടിക്കറ്റ്. മാർവാർ ടു ഗോരംഘട്ട് ഇങ്ങോട്ട് വെറും 10 രൂപ ഉള്ളൂ. സാധാ ട്രെയിനല്ല. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ ട്രെയിൻ റൂട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. കുറേ കാലപ്പഴക്കമുണ്ട്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് ആപ്പിൽ കാണുമെന്ന് ഡൗട്ടാണ്. ഞാൻ ആപ്പിൽ നോക്കിയിട്ടൊന്നും അതിൽ കണ്ടിട്ടില്ല. മാർവാർ ജംഗ്ഷൻ ടു ഖമാലിഘട്ട് ഇതന്നെ ആയിരിക്കാണ് ചാൻസ്. गौरंगढ़ जाने के लिए ट्रेन है ना? गौरंगढ़ ये अच्छा ये प्लेटफॉर्म में अच्छा. ഈ ട്രെയിനിന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വേണം. ഇതന്നെയാണ് പോകാനുള്ള ട്രെയിന്. ഇതാണ് നമ്മളെ ട്രെയിന്. മാർവാർ ജംഗ്ഷൻ ടു ഖമാലിഘട്ട്. ഖമാലിഘട്ട് ഗോരംഘട്ട് കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് ചെയ്യുന്നത്. ട്രെയിൻ നമ്പർ 52075. ഇതിൻ്റെ എൻജിൻ വരുന്നത് ഇവിടെയാണ്. ഇത് കുറേ കാലം പഴക്കമുള്ള ട്രെയിനാണ്. ഈ ട്രെയിൻ ഇവിടെ നിന്ന് എടുത്ത് ഇനി ഈ സൈഡിലേക്ക് വരണം. മീറ്റർ ഗേജ് റൂട്ട് എന്ന് പറയാനുള്ള കാരണം ഇതൊക്കെ തന്നെയാണ്. ചെറിയ റെയിൽപാതയാണ്. മറ്റേ സാധാ റെയിൽപാതയിലാണ് ഇത് കുറച്ച് ചെറുതാണ്. ഞാൻ ട്രെയിൻ ഇപ്പോൾ എവിടെ നിന്ന് തിരിച്ചു വരുമെന്ന് അറിയില്ല. ഇതായി പോകണം. ആ ട്രെയിന് ബാക്ക് എടുത്ത് നേരെ വന്ന് ഇവിടുന്ന് ഇതിൽ വളരെ തിരക്കൊന്നും തീരല്ല കേട്ടോ. വളരെ കുറവാണ് തിരക്കൊക്കെ. ട്രെയിന് ഓൾമോസ്റ്റ് ഫുള്ള് കാലിയാണ്. ആളൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ ട്രെയിനിൻ്റെ സീറ്റ് വരുന്നത് ഫുള്ള് മരമാണ്. ഇതൊക്കെ മരമാണ്. പിന്നെ നമ്മൾ RAC സീറ്റ് സെറ്റപ്പും അങ്ങനത്തെ പരിപാടിയൊന്നും തീരില്ല. ഒക്കെ കാലിയാണ്. ഇത് പിന്നെ സാധാ പാസഞ്ചർ ട്രെയിനല്ല. അതാണ് ഇതിൻ്റെ മറ്റേ പ്രത്യേകത. പിന്നെ ബാത്റൂമുണ്ട്. ബാത്റൂമും വെള്ളം ഉണ്ടോന്നാ മുമ്പരാണറിയാം. വെള്ളം ഉണ്ടോയെന്നറിയില്ല. ബാത്റൂമുണ്ട്. ഇത് തുറന്നു നോക്കാം. ട്രെയിനിൽ പിന്നെ ജനറൽ കോച്ച് മാത്രമേ ഉള്ളൂ. സ്ലീപ്പറും AC അങ്ങനത്തെ സെറ്റപ്പൊന്നുമില്ല. ജനറൽ മാത്രമേ ഉള്ളൂ. പിന്നെ മീറ്റർ ഗേജ് ആയതുകൊണ്ട് ഈ ട്രെയിന് അത്യാവശ്യം മെല്ലെ പോവുള്ളൂ. പിന്നെ ഇത് പോകേണ്ടത് ആരവല്ലി പർവ്വതം അതിൻ്റെ ഇടയിൽ കൂടെയും അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ്. അതാണ് ഈ റൂട്ടിൻ്റെ മെയിൻ പ്രത്യേകത. പിന്നെ അവിടെ പോയാൽ ഒരു വാട്ടർഫാൾ ഉണ്ട്. ആ വാട്ടർഫാൾ വെള്ളം ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ട്രെയിൻ എടുത്ത് ഇനി നേരെ ഗോരംഘട്ട് പോവാം. ഇവിടെ നിന്ന് 2 മണിക്കൂർ 3 മണിക്കൂറുണ്ട് ഗോരംഘട്ടക്ക്. അവിടെ പോയാൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഗോരംഘട്ട് പോകാൻ മൺസൂൺ ടൈമിലാണ്. ഈ ടൈം പോയാൽ എന്താ അവസ്ഥ എന്നറിയില്ല. മൺസൂൺ ടൈമിലാണ് മഴയൊക്കെ പെയ്ത് ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയിക്കാണ്ട്
ആ ഒരു മൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ പോകണം. പിന്നെ ഇത് ബാക്കിയുള്ള ട്രെയിനിനെ പോലെ കുറേ ബോഗിയും കാര്യങ്ങളൊന്നുമില്ല. ആകെ കുറച്ച് ബോഗി മാത്രമേ ഉള്ളൂ. ചെറിയ റൂട്ടായതുകൊണ്ട് തന്നെ കുറച്ച് ബോഗി മാത്രമേ ഇതിലുള്ളൂ. ഫുള്ള് ജനറലാണ്. ട്രെയിനിൻ്റെ എഞ്ചിനൊക്കെ ഉണ്ട്. നാം ക്യാ നാം ദിനേശ്. അച്ഛാ ഈ ട്രെയിനിൽ പിന്നെ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് ഇല്ല, അതേപോലെ വാഷ് ബേസ് ഒന്നുമില്ല അവിടെ. ഇത് പോകുന്ന പക്ക വില്ലേജ് കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. ഇവിടെ കുറേ പിള്ളേർ കയറുണ്ട്. ഹായ്. ഇപ്പോഴാണ് ഇതിലേക്ക് ആള് കയറി തുടങ്ങിയത്. ഇത്രയും നേരമായിട്ട് ആള് കയറിയിട്ടില്ലായിരുന്നേ. ये जगह का नाम क्या है? ये जगह का नाम जोड़. गौरंगढ़ कितना दूर है? गौरंगढ़ जाने के लिए हाँ 9 കിലോമീറ്റർ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി അടിപൊളി സ്ഥലങ്ങളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ മഴക്കാലത്താണ് ഒന്നുകൂടെ അടിപൊളി ഇവിടെ. ഞാൻ നേരത്തെ അവിടെ നിന്ന് കയറിയിട്ട് 8 മണിക്ക് കയറിയതാ. ഇപ്പോഴാണ് അടുത്ത സ്റ്റേഷനിൽ എത്തേണ്ടത്. ഇതിൻ്റെ പേര് ഫുലാദോ. ഇതാണ് സ്റ്റേഷൻ. നല്ല രസമുള്ള സ്റ്റേഷനാണ് അതൊക്കെ. नाम क्या है आपको? कॉलेज कहाँ पे? कॉलेज ने स्कूल नहीं जा रहे? ഇനി അങ്ങോട്ട് ചായ ഒന്നും രാവിലെ കുടിച്ചിട്ടില്ല. ചായ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ചെറിയ ചെറിയ സ്റ്റേഷൻ ആയതുകൊണ്ട് ഫുഡൊക്കെ നല്ല സീനാണ്. हमारे को भी ब्लॉग में लेना हो. ठीक है. ये क्या है भैया? ये मीठा है. ഇവിടെ നിന്നാണ് ഓരോ ഘട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രെയിനിൽ കുറച്ച് ഫോറിനേഴ്സും ഉണ്ട്. ഇതൊക്കെ ആരവല്ലി ഹിൽസ് ആണ്. ഇതൊക്കെ അതിന് നേരെ താഴെക്കൂടെയാണ് നമ്മളെ ട്രെയിൻ പോകുന്നുണ്ട്. ആരവല്ലി ഹിൽസ് നമ്മളെ കുറേ ബുക്കിലും അതേപോലെ നമ്മളെ 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിച്ചപ്പോൾ കുറേ കേട്ടിട്ടുണ്ട്. ആരവല്ലി ഹിൽസ്, അതേപോലെ കുറേ ഹിൽസിൻ്റെ പേരൊക്കെ. അതിൽ പെട്ടതാണ് ഈ സംഭവം. ഈ റൂട്ട് മെയിനായിട്ട് വരേണ്ടത് മൺസൂൺ ടൈമിലാണ്. ഫുള്ള് പച്ചപ്പും എല്ലായിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ മാസം ആയതുകൊണ്ട് അത്ര മരങ്ങളൊക്കെ ഏകദേശം ഉണങ്ങിപ്പോയിട്ടുണ്ട്. മഴക്കാലത്ത് ഫുള്ള് വെള്ളവും എല്ലാ സംഭവങ്ങളും ഉണ്ടാവും. പക്ഷേ ഇനി ഒരു വാട്ടർഫാൾ പോകുന്നുണ്ട്. ആ വാട്ടർഫാളിൽ ഇനി എന്താ അവസ്ഥ എന്നറിയില്ല. കുരങ്ങന്മാരൊക്കെ ഉണ്ടാകുന്നത് ബഗോർ കിനാൽ ഇവിടെ എന്തോ ഒരു കനാലുണ്ട്.
ഇവര് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ഉള്ളത് ഈ ട്രെയിനിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലാണ്. ഇതിൻ്റെ ബാക്കിൽ ഇതൊന്നുമില്ല. പക്ഷേ ഈ റൂട്ട് ഒരു രക്ഷയില്ലാത്ത റൂട്ടാണോ. റോഡ് പോണ്ട സൈഡിൽ ഫുള്ള് ഇപ്പോൾ സമ്മറായി വരുന്നോണ്ട് പൂവും എല്ലാം വന്നു തുടങ്ങിക്കണേ. ഗോരങ്കട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് കുരങ്ങന്മാരവിടെ. മൊത്തം കുരങ്ങന്മാരോ. ഈ ഏരിയയിലൊന്നും ഒരാളും ഇറങ്ങണില്ല. ഞാൻ ഇവിടെ ആദ്യം ഇറങ്ങണം വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടുന്ന് ട്രെയിൻ പിന്നെ തിരിച്ചു പോകാനും ടാസ്ക്കാണ്. അതുകൊണ്ട് ഇവിടെ ഇറങ്ങൽ. ब्रो वाटरफॉल इन हियर. वाटरफॉल हियर. वाटरफॉल तो बंद है अभी. बंद है. घाट स्टेशन यही है. ओके वाटरफॉल बंद है. चल रहा है उधर आगे थोड़ा बहुत चल रहा है. अब यहाँ से बंद आगे देवड़ है. ओके उधर जा रहे हैं. देवड़ है ना. हाँ उधर जा रहे हैं. वापस 12:50 से वहाँ से ट्रेन आ जाएगी. कितना बजे? 12:50 से वहाँ से निकलेगी. 12:50. Which station you have? ഒരാളും മനുഷ്യനുമില്ല. ഞാൻ ഇവിടെ ഇറങ്ങണമെന്ന് ആലോചിച്ചില്ല. ഇവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൽ ഇറങ്ങാം. ഇതാണ് ഗോരങ്കട്ട് സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയ പിന്നെ തിരിച്ചു പോയാൽ താഴേക്ക് സീനാണ്. അയ്യോ ഈ റൂട്ടിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ കുറേ ബ്രിഡ്ജും അതേപോലെ ടണലും കുറേ ഇങ്ങനത്തെ മലകളും താഴ്വാരങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോകും. അവിടുന്ന് ഗോരങ്കട്ട് വരെ എനിക്ക് ടിക്കറ്റ് ഉള്ളൂ. ഞാൻ 10 രൂപ എടുത്താണ് ടിക്കറ്റ് എടുത്തുള്ളൂ. പക്ഷേ അവിടെ ഇറങ്ങിയാൽ അവിടെ വേറെ റോഡോ അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ആകെ ഒരു ഒറ്റ റെയിൽവേ സ്റ്റേഷൻ മാത്രമുണ്ട്. പിന്നെ ഒരു ആടുള്ളത് ഒരു മന്ദിരമാണ്. വേറെ ഒന്നും അവിടെ ഇല്ല. പിന്നെ തിരിച്ചു വരാനൊക്കെ ആകെ ബുദ്ധിമുട്ടാവും. പിന്നെ ഫുഡിനും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പിന്നെ അവിടെ ഇറങ്ങിയില്ല. മൺസൂൺ ടൈമിൽ എന്തായാലും ഒരു വട്ടം വന്നിട്ട് അവിടെ പോകണം. ഇവിടെ നിന്നൊരു ടണൽ വരാറുണ്ട്. ട്രെയിന് ആദ്യം മാർവാർ മുതൽ മാവലി പറഞ്ഞ ജംഗ്ഷൻ വരെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ മാവലി വരെ ഇപ്പോൾ ഇല്ല. അതിൻ്റെ മുന്നത്തെ ഇത് ശേഷം വരെ ഉള്ളൂ. ഇപ്പോൾ മാവലിക്കുള്ളത് ബന്ധാക്കിയിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. കാമലിഘട്ടിലാണ് അവസാനത്തെ സ്റ്റോപ്പ് ഉള്ളത്. ആദ്യം ഇവിടുന്ന് മാവലി വരെ ഉണ്ടായിരുന്നത്. അതിപ്പോൾ ക്ലോസ് ചെയ്യാറ് ആ വഴി. ഇപ്പോൾ ഇതുവരെ ഉള്ളൂ. മാവലി പോകണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഉദയപൂർക്ക് കുറച്ചുള്ളായിരുന്നു. ഇവിടുന്ന് 12:15 തിരിച്ച് ഈ ട്രെയിൻ തന്നെ തിരിച്ചു പോകേണ്ടത്. അതുവരെ എന്ത് ചെയ്യും? അതോ ഇവിടുന്ന് വേറെ ഘട്ടം പോകണമെന്ന് ആലോചിക്കട്ടെ. അത്യാവശ്യം അടിപൊളി സ്റ്റേഷനാട്ടോ. നല്ല കാണാൻ തന്നെ നല്ല രസമുണ്ട്. എന്തായാലും ഈ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി നോക്കട്ടെ. കുറേ പട്ടികളുണ്ട്. കാമലിഘട്ട്
റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ. ഇത് ഒഴിഞ്ഞ് കിടക്കേണ്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ വേറെ പ്രത്യേകിച്ച് കടകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇവിടെ. ഈ ഏരിയയിൽ പിന്നെ കുറച്ച് വീടുകളുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ്. ഇവിടെ എന്തൊക്കെ പഴയ ബിൽഡിംഗ് ഉണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടുന്ന് കുറേ അങ്ങോട്ട് പോകേണ്ടി വരും പിന്നെ ടൗണിക്ക്. എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒന്ന് ജസ്റ്റ് കയറി വെക്കാം. ഫുഡൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ടേ നല്ല വിശക്കണമുണ്ട്. എൻ്റെ അടുത്ത് മാഗി ഉണ്ട്, പക്ഷേ ഫുഡ് ഉണ്ടാക്കാനുള്ള വെള്ളപ്പൊടുന്ന് കിട്ടും നോക്കട്ടെ. ഓക്കെ, ഇവിടെ എന്തൊക്കെയാണ് സംഭവങ്ങൾ. ടിക്കറ്റ് കൗണ്ടർ സംശയമുണ്ടത്. ടിക്കറ്റ് 10 രൂപ. ഇവിടുന്ന് ഇറങ്ങി ഇനി ഹൈവേ ആ സൈഡിലുണ്ടെന്ന് പറഞ്ഞ് അവിടെ പോയിട്ട് ഫുഡ് എന്തെങ്കിലും കഴിച്ചോട്ടെ. തിരിച്ച് ഈ ട്രെയിൻ തന്നെ പോരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കണം. ഈ വഴിയാണ് ഇവിടുന്ന് ഹൈവേക്ക് എന്ന് പറഞ്ഞ്. ഇവിടെ കുറേ ഒഴിഞ്ഞെടുക്കേണ്ട വീടുകളുണ്ട്. ऐसा टेम्पल जैसे बना हुआ है. हाँ है ना. हाँ हाँ ये ऐसे बना हुआ है. अच्छा अच्छा. ये ऐसे. हाँ हाँ, ये शाम में है ना, ये फोटो खींची. हाँ ये तो सामने. हाँ अच्छा है. अगर जाना तो ऐसे सीढ़ियों पे महाराणा प्रताप की मूर्ति बनी हुई है. राजसमंद एक फोर्ट है ना. राजसमंद में आता है दिवेर. जैसा महाराणा प्रताप का अकबर का युद्ध नहीं हुआ था. हाँ हाँ उस टाइम का. अच्छा. ये क्या है उधर? क्या बिल्डिंग? ये उनका जैन का वो बना हुआ. जय. और अगर जाना है तो देवगढ़ महल भी है. महल है ना. देवगढ़ महल होटल है. होटल. अच्छा. राजपूतों का होटल है. अच्छा अच्छा. अड्डी को ठेठ वटे निकाला वी पटड़ी है वटी चालो नहीं कोपली घाट में. अड्डी तो वी ठेठ भी पुले है चाल लो बतो भी है. रोड में चलो ना अड्डी. चलो अड्डी तो वो ठेठ भी पुले है निकालो. तो वीरे भी ठेठ वटे लेने जा रही हो. അങ്ങോട്ട് പോകാൻ വയ്യ. ടൈം ഉണ്ടാവുമെന്ന് അറിയില്ല. ब्रो मैं उधर जा रहे वापस ट्रेन में जा रहे हैं. नहीं मारवाड़. हाँ ठीक है मिलते हैं. ഓക്കെ ബൈ. അവരപ്പം പോയാൽ എൻ്റെ ട്രെയിന് മിസ്സാവും. ഇവിടുന്ന് ഹൈവേക്ക് കുറേ പോകാനുണ്ട്. അപ്പോൾ ഈ ട്രെയിൻ ഇപ്പോൾ 11:15 12:15 ഈ ട്രെയിൻ തിരിച്ചെടുക്കുമെന്നാണ് പറഞ്ഞത് മാർവാർക്ക് തന്നെ. അപ്പോൾ ഈ ട്രെയിൻ തന്നെ പോവാം. അവിടെ കുറേ ഒഴിഞ്ഞെടുക്കേണ്ട റെയിൽവേൻ്റെ ബിൽഡിംഗ് ആണോ എന്താണെന്ന് അറിയില്ല. അവിടെ ഇഷ്ടംപോലെ കുറേ ബിൽഡിംഗ് ഉണ്ട് കല്ലോണ്ടുണ്ടാക്കിയ. അവിടെയൊക്കെ അതൊക്കെ തന്നെ. ഞാൻ ഗോരംഘട്ടിൽ ഇറങ്ങണം വിചാരിച്ചിരുന്നു. ഗോരംഘട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ ഒരു വാട്ടർഫാൾ ട്രക്കിംഗ് ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ആ ട്രെയിനത്തും ആരോട് ഇറങ്ങിയിട്ടില്ല. പിന്നെ അവിടെ മനുഷ്യരായ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ അവിടുന്ന് ആ റോഡും വില്ലേജോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട പോലെ ഒഴിഞ്ഞെടുക്കേണ്ട സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇറങ്ങിയാൽ പിന്നെ തിരിച്ച് പണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയില്ല. അതുകൊണ്ട് ഈ കാമരിഘട്ടിൽ ഇറങ്ങിയത്. ഇവിടുന്ന് തിരിച്ചു പോകണം. ഇനി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വന്ന് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കലെടുക്കില്ല. പോകാനാവും. ഇവിടെ തന്നെ കുക്ക് ചെയ്യേണ്ടി വരും. ഇവിടുന്ന് കുക്ക് ചെയ്യട്ടെ. അവിടെ പോയി ഫുഡ് കഴിക്കൽ ടാസ്ക്കാണ്. അപ്പോൾ ഇതിന് ട്രെയിൻ പോകും. ഇവിടുന്ന് ഇവർ ഓടിക്കുമെന്നറിയില്ല. അതാണ് മെയിൻ ടാസ്ക്. അവർ ഓടിച്ചാൽ ഇതൊക്കെ ഇതാണ് നമ്മളെ മെയിൻ സാധനം. ഇങ്ങനെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നല്ല ഇത് ഇവിടെ നോക്കാം.
കാറ്റുണ്ട്, അതുകൊണ്ട് ഗ്യാസ് ഇന്ന് മൊത്തം തീരാൻ ചാൻസ് ഉണ്ട്. നല്ല കാറ്റ്. മാഗി ഉണ്ട് കഴിക്കാൻ. വേസ്റ്റ് നമ്മളിവിടെ കളയാൻ പാടില്ല. നമ്മൾ ഇനി വേണ്ടിയത് സ്പൂണാണ്. സ്പൂൺ കിട്ടും. ഈ മാഗി ആണെങ്കിൽ കുറേ സാധാ ലൂസ് മാഗിയാണ്, കുറേ ടൈം എടുക്കും ഇത് വെന്ത് വരാൻ. ഏകദേശം നമ്മളെ മാഗി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ മാഗി ഇങ്ങനെ റെഡിയായി. ഇതെടുത്ത് വെച്ച് ഇത് കഴിച്ചോട്ടെ. നല്ല വിഷമം. ഈ ഏരിയ രാജ്സമന്ത് എന്ന ഡിസ്ട്രിക്റ്റിലാണുള്ളത്. ഓരങ്കട്ടാണ് ഇത് മെയിൻ അട്രാക്ഷനുള്ള മെയിൻ പോയിൻ്റ്. അവിടെയാണ് വാട്ടർഫാൾ വരുന്നത്, അതേപോലെ കുറേ ബ്രിഡ്ജ് അങ്ങനത്തെ ടൈപ്പ് സംഭവങ്ങൾ വരുന്നുണ്ട്. ഈ ട്രെയിൻ തന്നെയാണ് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇതിൻ്റെ മേലിരുന്ന് കണ്ടൊക്കെ പോകേണ്ട റീൽസൊക്കെ. അത് ഈ റൂട്ടാണ്. ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ മാർവാർ ജംഗ്ഷനിൽ നിന്ന് കാമലിഘട്ടിക്ക് രാവിലെ ഒരു 8 മണിക്കൊരു ട്രെയിനുണ്ട്, അതിന് നേരെ കയറുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മൺസൂണിൽ വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇവിടുത്തെ ഈ റൂട്ട് കാണാൻ അടിപൊളി മൺസൂൺ ടൈമിലാണ്. പിന്നെ ഇപ്പോൾ ഗോരങ്കട്ടിൽ മൊത്തം ഡ്രൈ ആയി കിടക്കുകയാണ്. മഴക്കാലത്ത് ഇറങ്ങിയ പച്ചപ്പും അതേപോലെ വെള്ളച്ചാട്ടവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ വാട്ടർഫാളിൽ വെള്ളം ഉണ്ടോയെന്നും കൂടെ അറിയില്ല.